إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ സഹോദരിമാരെ, മഹാനായ അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ പ്രസിദ്ധമായ വാക്ക് നമുക്കിപ്രകാരം കാണാം: ലാ യർജു അബ്ദുൻ ഇല്ലാ റബ്ബഹു വലാ യഖാഫു ഇല്ലാ ദംബഹു. ഒരടിമയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ റബ്ബിലല്ലാതെ അവൻ പ്രതീക്ഷ വെക്കേണ്ടതില്ല. വലാ യഖാഫു ഇല്ലാ ദംബഹു, അതോടൊപ്പം തൻ്റെ പാപത്തിൻ്റെ കാര്യത്തിലല്ലാതെ, തൻ്റെ പാപത്തെയല്ലാതെ ഒരടിമ ഭയപ്പെടേണ്ടതുമില്ല. സഹോദരങ്ങളെ, അൽ ഖൗഫ് വർ റജാ, പ്രതീക്ഷയും ഭയവും എന്ന മഹത്തായ രണ്ടു കാര്യങ്ങളാണ് മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞത്. ഒരടിമയുടെ ദുനിയാവും ആഖിറവും വിജയത്തിലാവാനും ആ അടിമ സൗഭാഗ്യവാനായി തീരുവാനും ഈ രണ്ടു കാര്യങ്ങളും പരമപ്രധാനമായ രണ്ട് അടിസ്ഥാനങ്ങളാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം അറിയുന്ന, വേറൊരാൾക്കും നോക്കിക്കാണാൻ അറിയാൻ സാധിക്കാത്ത ഈ രണ്ടു മഹത്തായ ഹൃദയം കൊണ്ടുള്ള ഇബാദത്താണ് അൽ ഖൗഫും വർ റജാഉം, ഭയവും പ്രതീക്ഷയും. സഹോദരങ്ങളെ, എന്താണ് അർ റജാ എന്ന് പറഞ്ഞാൽ, പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ? അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ദുനിയാവിൻ്റെതോ ആഖിറത്തിൻ്റെതോ ആയ ഏതൊരു നന്മക്കുമുള്ള പ്രതീക്ഷ, അതാണ് അർ റജാ. അതോടൊപ്പം തന്നെ വല്ല പ്രയാസവും ബുദ്ധിമുട്ടുമുണ്ടായാൽ അത് തട്ടി നീക്കാൻ, അത് തടുക്കാൻ, അതിൽ നിന്ന് എളുപ്പം ലഭിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പ്രതീക്ഷ അർപ്പിക്കൽ, ഇതാണ് അർ റജാ എന്ന് പറഞ്ഞാൽ. അല്ലാഹു ശുദ്ധ ഖുർആനിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ പറഞ്ഞതായി നമുക്ക് കാണാം: വയംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാഹു. നിനക്കൊരു ഉപദ്രവം, ഒരു പ്രയാസം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ
നിന്നെ വല്ല പ്രയാസവും പിടികൂടിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ലാതെ ആ പ്രയാസം നിന്നിൽ നിന്ന് മാറ്റാൻ തട്ടി നീക്കാൻ മറ്റാരുമില്ല. വയുരിദുക ബിഖൈരിൻ ഫലാ റാദ്ദ ലിഫദ്ലിഹി. അല്ലാഹു ഒരു നന്മ ഉദ്ദേശിച്ചാൽ, ഒരു ഖൈർ, ഒരു അനുഗ്രഹം നിന്റെ കാര്യത്തിൽ ഉദ്ദേശിച്ചാൽ അത് തടുക്കാനും ഒരാളും തന്നെയില്ല. സഹോദരങ്ങളെ, എല്ലാ പ്രതീക്ഷയും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ മാത്രമായിരിക്കണം. അതാണ് അല്ലാഹു ഈ ആയത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയത്. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, മാ യഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മത്തിൻ ഫലാ മുംസിക ലഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾക്ക് തുറന്നുകൊടുത്ത അവൻ്റെ കാരുണ്യം അത് പിടിച്ചു വെക്കാൻ ഒരാളും തന്നെയില്ല. വമാ യുംസിക് ഫലാ മുർസില ലഹു മിൻ ബഅദിഹി. അല്ലാഹു എങ്ങാനും പിടിച്ചു വെച്ചാൽ അതിനുശേഷം അതിനെ അയച്ചുവിടാൻ മറ്റൊരാളും തന്നെ ഇല്ല. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ പ്രതീക്ഷകളും സർവ്വലോകങ്ങളുടെയും റബ്ബായ അല്ലാഹുവിൽ മാത്രമായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ മാത്രമായിരിക്കണം നമ്മുടെ പ്രതീക്ഷ. നമ്മളൊന്ന് പരിശോധിച്ചു നോക്കുക. ഒരാവശ്യം വന്നാൽ, നമുക്കൊരനുഗ്രഹം ലഭിക്കാൻ നമ്മുടെ മാനസികാവസ്ഥ എന്താണ് നമ്മോട് പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള പ്രതീക്ഷയാണോ ഓടി വരുന്നത്? പ്രിയമുള്ളവരെ, എങ്കിൽ നമുക്ക് സന്തോഷിക്കാം. അതല്ല, നമുക്കൊരു നന്മ ലഭിക്കാൻ, ഒരു തടസ്സം നീങ്ങാൻ, ഒരു ഖൈർ ലഭിക്കാൻ അല്ലാഹു അല്ലാത്തവരിലേക്ക് നമ്മുടെ ഖൽബ്, നമ്മുടെ ഹൃദയം ചാഞ്ഞു പോകുന്നുണ്ടോ? അല്ലാഹു അല്ലാത്തവരിൽ നമ്മുടെ പ്രതീക്ഷ നീങ്ങിപ്പോകുന്നുണ്ടോ? നമ്മൾ ഭയപ്പെടണം. കാരണം അല്ലാഹുവിലല്ലാതെ നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാനില്ല. അതാണ് അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞത്, ലാ യർജു അബ്ദുൻ ഇല്ലാ റബ്ബഹു. ഒരടിമ തൻ്റെ റബ്ബിലല്ലാതെ പ്രതീക്ഷ അർപ്പിക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ട് ഏതേത് കാര്യങ്ങളിലും, ഏതേത് ആവശ്യങ്ങൾക്കും അല്ലാഹുവിലേക്ക് കരങ്ങൾ നീട്ടാൻ, റബ്ബിനോട് ദുആ ചെയ്യാൻ, അല്ലാഹുവിനോട് മാത്രം അത് ചോദിക്കാൻ നമ്മൾ ഓരോരുത്തരും അഹോരാത്രം പരിശ്രമിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, അല്ലാഹുവുമായി നമ്മുടെ ഹൃദയം അത് ബന്ധിപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ ഓതി വെച്ച 2 ആയത്തുകളിലും പറഞ്ഞതുപോലെ, അല്ലാഹു ഒരു നന്മ ഉദ്ദേശിച്ചാൽ അത് തടുക്കാൻ ഒരാളും തന്നെയില്ല. അല്ലാഹു അവൻ്റെ കാരുണ്യം അത് തുറന്നു തന്നാൽ അത് പിടിച്ചു വെക്കാൻ ഒരാളും തന്നെയില്ല. എന്നാൽ സഹോദരങ്ങളെ, അതേസമയം അല്ലാഹു റബ്ബുൽ ആലമീൻ വല്ല പ്രയാസവും വല്ല മുസീബത്തും നമ്മെ ബാധിപ്പിക്കണമെന്ന് തീരുമാനിച്ചാൽ, അവൻ്റെ ഖദാ ഖദറിൽ അതുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനും നമുക്ക് സാധിക്കുകയില്ല. ഒരാളുമില്ല നമ്മെ രക്ഷപ്പെടുത്താൻ, ഒരാളും നമ്മെ രക്ഷപ്പെടുത്താനില്ല. അത് അല്ലാഹുവിൻ്റെ മലക്കുകളാവട്ടെ, അല്ലാഹുവിൻ്റെ അമ്പിയാക്കളാകട്ടെ, അല്ലാഹുവിൻ്റെ ഔലിയാക്കളാകട്ടെ, ജിന്നുകളാകട്ടെ, ആരുമാവട്ടെ. സഹോദരങ്ങളെ, ഈ പറഞ്ഞ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കല്ലാതെ മറ്റൊരാൾക്കും സാധ്യമല്ല. ഇത് അജയ്യമായ, അചഞ്ചലമായ തൗഹീദിൻ്റെ യാഥാർത്ഥ്യവൽക്കരണമാണ്. സഹോദരങ്ങളെ, നമ്മുടെ തൗഹീദുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണിത്. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ മാത്രം പ്രതീക്ഷ അർപ്പിക്കേണ്ടവരാണ്. അതാണ് സഹോദരങ്ങളെ അല്ലാഹുവിലുള്ള റജാ എന്ന് പറഞ്ഞാൽ. നമ്മൾ അല്ലാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുക, അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുക, സൽക്കർമ്മങ്ങളുമായി മുന്നേറുക, അല്ലാഹുവിൻ്റെ തൃപ്തി നേടിയെടുക്കാൻ ജീവിതത്തിലുടനീളം അഹോരാത്രം പരിശ്രമിക്കുക. ഇതാണ് പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ. അതോടൊപ്പം സഹോദരങ്ങളെ, ആ പ്രതീക്ഷയിൽ നമ്മൾ വഞ്ചിതരായി പോവാൻ പാടില്ല. അതാണ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ശേഷം നമ്മെ ഓർമ്മപ്പെടുത്തിയത്, വലാ യഖാഫു ഇല്ലാ ദംബഹു. തൻ്റെ പാപത്തിൻ്റെ കാര്യത്തിലല്ലാതെ ഒരാളും ഭയപ്പെടേണ്ടതില്ല. പാപങ്ങളെ സഹോദരങ്ങളെ നമ്മൾ പേടിക്കണം. അൽ ഖൗഫ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ശിക്ഷിക്കും എന്ന പേടി നമുക്കുണ്ടായിരിക്കണം, ഭയപ്പാട് നമുക്കുണ്ടായിരിക്കണം. ഇഹലോകത്തും പരലോകത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷയായി അവൻ്റെ ശിക്ഷ അയച്ചുകൊണ്ട് നമ്മെ പിടികൂടുന്നതാണ്.
അതുകൊണ്ടാണ് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, വമാ അസാബകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കസീർ. നിങ്ങൾക്ക് ഏതൊരു മുസീബത്ത് വന്ന് ഭവിച്ചിട്ടുണ്ടോ, ഏതൊരു മുസീബത്ത് നിങ്ങളെ പിടികൂടിയിട്ടുണ്ടോ, നിങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണത്. സഹോദരങ്ങളെ, പാപങ്ങൾ വർദ്ധിക്കുമ്പോൾ, പാപങ്ങൾ അത് ജീവിതത്തിലാകട്ടെ, വ്യക്തി ജീവിതത്തിലാകട്ടെ, നാട്ടിലൊന്നാകെ ആകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾക്ക് ശിക്ഷ അയക്കും. കഴിഞ്ഞുപോയ ഒരുപാട് തലമുറകളെ അല്ലാഹു നശിപ്പിച്ചത് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. അല്ലാഹു ഒരുപാട് ആളുകളെ, ഒരുപാട് തലമുറകളെ ശിക്ഷിച്ച സംഭവങ്ങൾ, ചരിത്ര സംഭവങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു അവരോട് അനീതി കാണിച്ചിട്ടില്ല, മറിച്ച് അവരാണ് അവരുടെ സ്വന്തത്തോട് അനീതി കാണിച്ചത്. അഥവാ അവർ പാപങ്ങളിൽ മുഴുകുകയുണ്ടായി, അവർ അല്ലാഹുവിൻ്റെ കൽപ്പനകൾ ധിക്കരിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് മുസീബത്തുകൾ വന്ന് ഭവിക്കുന്നത് സഹോദരങ്ങളെ. എന്നിട്ട് അല്ലാഹു പറയുന്നു, വയഅഫു അൻ കസീർ. അല്ലാഹു ആകട്ടെ ധാരാളം നമ്മുടെ തിന്മകൾ, നമ്മുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച നൽകിയിട്ടുമുണ്ട്. ഒരുപാട് തിന്മകൾ, ഒരുപാട് പാപങ്ങൾ അല്ലാഹു റബ്ബുൽ ആലമീൻ അതിൽ നിന്നും നമുക്ക് വിട്ടുവീഴ്ച നൽകിയിട്ടുണ്ട്. ഏതൊരു തിന്മയുടെയും തൊട്ടുടനെ അല്ലാഹു എങ്ങാനും നമ്മെ ശിക്ഷിച്ചിരുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, ഇവിടെ ആരാണ് ബാക്കിയുണ്ടാവുക? നമ്മുടെ ജീവിതം ഒന്നെടുത്തു പരിശോധിച്ചു നോക്കൂ. പാപങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു തിന്മ ചെയ്യുക എന്നത് പാപമാണ്. അതോടൊപ്പം അല്ലാഹു കൽപ്പിച്ച അവൻ്റെ കൽപ്പനകൾ ധിക്കരിക്കുക എന്നതും പാപമാണ്. ഈ വിഷയത്തിൽ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം ഒന്ന് നമ്മൾ പരിശോധിച്ചു നോക്കൂ. എന്താണ് നമ്മുടെ ജീവിതം? ഈ പറഞ്ഞ വിഷയത്തിലെല്ലാം നമ്മൾ പരിപൂർണരാണോ? ഒരിക്കലുമല്ല. ഒരുപാട് വീഴ്ചകൾ, ന്യൂനതകൾ, കുറവുകൾ ഉള്ളവരാണ് നമ്മൾ. എന്നിട്ടും അല്ലാഹു റബ്ബുൽ ആലമീൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിട്ടുവീഴ്ച നൽകിയിരിക്കുന്നു. അല്ലാഹു പൊടുന്നനെ നമ്മെ ശിക്ഷിക്കുന്നില്ല. അതാണ് അല്ലാഹു പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ പാപങ്ങളെ നാം ഭയക്കണം. ഈ രണ്ട് കാര്യങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഒരു പക്ഷിയുടെ ഇരു ചിറകുകൾ പോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. നമ്മുടെ പ്രതീക്ഷ അത് അധികരിച്ച് അള്ളാഹുവിനോടുള്ള ഭയം, നമ്മുടെ പാപത്തെക്കുറിച്ചുള്ള ഭയം അത് നമ്മുടെ ജീവിതത്തിൽ നിന്നും ഇല്ലാതെയായി പോകരുത്. എത്രയോ ആളുകളുണ്ട്, അവർ പ്രതീക്ഷയിൽ വഞ്ചിതരായി പോയിരിക്കുന്നു. അവർ തെറ്റുകളിൽ മുഴുകും, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളിൽ വീഴ്ച ഉണ്ടാകും ജീവിതത്തിൽ. എന്നാലും അവർ പറയും അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു റഹീമാണ്. അതേ സഹോദരങ്ങളെ, അള്ളാഹു ഗഫൂറാണ്, റഹീമാണ്. അള്ളാഹു അങ്ങേയറ്റം കാരുണ്യമുള്ളവനാണ്. അതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹയിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം ഈ രണ്ട് ആയത്തുകൾ അള്ളാഹുവിനോടുള്ള സ്നേഹവും അള്ളാഹുവിലുള്ള പ്രതീക്ഷയും അറിയിക്കുന്ന ആയത്താണ്. ശേഷമുള്ള ആയത്ത് എന്താണ്? മാലികി യൗമിദ്ദീൻ എന്നാണ്. പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥനാണ് അള്ളാഹു എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, നാം ചെയ്ത ഓരോ കാര്യങ്ങളും ചെറുതാകട്ടെ വലുതാകട്ടെ, നന്മകളാണെങ്കിൽ നന്മകൾ, തിന്മകളാണെങ്കിൽ തിന്മകൾ, പരലോകത്ത് കൊണ്ടുവരാൻ കഴിവുള്ളവനാണവൻ. പരലോകത്ത് ഒരു അധികാരവുമില്ലാതെ, വസ്ത്രമില്ലാതെ, ചേലാകർമ്മം ചെയ്യപ്പെടാതെ, ചെരുപ്പില്ലാതെ, കൈകളിലൊന്നുമില്ലാതെ അള്ളാഹുവിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ അന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമാണ് ഉടമസ്ഥൻ. ബാക്കി ദുനിയാവിൽ അധികാരമുണ്ടായവരും സമ്പന്നരായ ആളുകളും ദുനിയാവിൽ ആഹ്ലാദിച്ച് സന്തോഷിച്ച് ജീവിച്ചവരും ആരുമാവട്ടെ, എല്ലാവരും അള്ളാഹു പറഞ്ഞതുപോലെ വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ, അള്ളാഹുവിന്റെ മുന്നിൽ അവരെല്ലാവരും ഒറ്റക്കൊറ്റക്ക് തനിച്ച് അടിമകളായി വരുന്ന ദിവസം. ആ ആയത്ത് സഹോദരങ്ങളെ നമ്മെ പേടിപ്പെടുത്തുന്ന ആയത്താണ്. നോക്കൂ നിങ്ങൾ, ദിനേന 17 തവണ അള്ളാഹു ഈ കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നാം ഓരോരുത്തരും പാരായണം ചെയ്യുന്ന സൂറത്തുൽ ഫാത്തിഹയിൽ നമുക്ക് ഭയപ്പാടും പ്രതീക്ഷയും അള്ളാഹു ഒരുപോലെ നൽകിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പ്രിയമുള്ളവരെ പ്രതീക്ഷയിൽ മാത്രം മതിമറന്നുകൊണ്ട് ജീവിക്കാൻ സാധിക്കുക? എന്ത് ചെയ്താലും കുഴപ്പമില്ല, അള്ളാഹു വിട്ടു പുറത്തു തരും എന്ന് പറഞ്ഞ് തൻ്റെ പാപങ്ങൾക്ക് ന്യായം കണ്ടെത്താൻ എങ്ങനെ സാധിക്കും? അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിച്ചുകൊണ്ട്, അവനിൽ തവക്കുൽ ചെയ്തുകൊണ്ട്,
അങ്ങനെ പ്രതീക്ഷ അർപ്പിക്കലാണ് യഥാർത്ഥ പ്രതീക്ഷ. അതോടൊപ്പം ഭയപ്പെടാൻ പറഞ്ഞു. ഇഹലോകത്തും പരലോകത്തും അള്ളാഹുവിന്റെ അദാബിനെ നമ്മൾ പേടിക്കണം. നേരത്തെ പറഞ്ഞില്ലേ, മുസീബത്തുകൾ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലാകട്ടെ, നമ്മുടെ നാട്ടിലാവട്ടെ, അതല്ലെങ്കിൽ നാം ജീവിക്കുന്ന സ്ഥലങ്ങളിലാകട്ടെ, അള്ളാഹുവിന്റെ അദാബ് വന്നിറങ്ങാനുള്ള കാരണം അത് പാപങ്ങളാണ് എന്ന് വിശുദ്ധ ഖുർആനിലെ അനേകം ആയത്തുകൾ നമുക്ക് കാണാം. നമ്മുടെ ജീവിതം തന്നെ എടുത്തു പരിശോധിച്ചു നോക്കൂ. മുൻഗാമികളിൽ ചിലർ പറഞ്ഞതുപോലെ, ഞാൻ അള്ളാഹുവിനെ വല്ല കാര്യത്തിലും ധിക്കരിച്ചാൽ, അള്ളാഹുവിനോട് വല്ല അനുസരണക്കേടും കാണിച്ചാൽ, ഭാര്യയിലും മക്കളിലും വാഹനത്തിലും വരെ അതിൻ്റെ അനന്തരഫലം കാണാം എന്ന് പഠിപ്പിച്ചവരാണ് നമ്മുടെ മുൻഗാമികൾ. നമ്മൾ പരിശോധിച്ചു നോക്കൂ. അനേകം ഒരുപാട് മുസീബത്തുകൾ നമ്മുടെ ജീവിതത്തിൽ വരാനുണ്ടായിട്ടുള്ള കാരണങ്ങൾ നാം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ പാപങ്ങളുടെ അനന്തര ഫലങ്ങളായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിലുള്ള പ്രതീക്ഷ വേണം. വേറൊരാളിലും നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാനില്ല. നമ്മുടെ റബ്ബിൽ മാത്രമാണ് നമുക്ക് പ്രതീക്ഷ. അള്ളാഹു അല്ലാത്ത ആരാവട്ടെ, ജാറങ്ങളിലോ മക്ബറകളിലോ ദർഗകളിലോ കിടന്നുറങ്ങുന്ന മഹാന്മാരാണെന്ന് പറയുന്നവരും അല്ലാത്തവരും ആരുമാവട്ടെ, അവരൊക്കെ അള്ളാഹുവിൻ്റെ അടിമകൾ മാത്രമാണ്. അവർക്കാർക്കും നമ്മുടെ പ്രയാസങ്ങൾ കേൾക്കാനോ ഉത്തരം നൽകാനോ നമ്മുടെ പ്രതീക്ഷകൾ പൂർത്തീകരിച്ച് നൽകാനോ അത് സഫലീകരിച്ച് നൽകാനോ സാധിക്കുകയില്ല. അതാണ് അള്ളാഹുവിൻ്റെ രണ്ടായത്തുകൾ നാം കേട്ടത്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല അലാ ശാബിൻ വഹുവ ഫിൽ മൗത്ത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുവാവ് മരണമാസന്നനായി കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് പ്രവേശിക്കുകയുണ്ടായി. ഫഖാല, എന്നിട്ട് അവിടുന്ന് ചോദിച്ചു, കൈഫ തജിദുക, എന്താണ് നിനക്കിപ്പോൾ തോന്നുന്നത്? എന്താണ് നിന്റെ അവസ്ഥ? നിന്റെ മനസ്സിൽ ഇപ്പോൾ എന്താണ്? ഖാല, ആ വ്യക്തി, മരണമാസന്നനായി കിടക്കുന്ന ആ വ്യക്തി പറഞ്ഞു, വല്ലാഹി, അല്ലാഹുവാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്നി അർജുല്ലാഹ്, ഞാൻ അല്ലാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ്, വ ഇന്നി അഖാഫു ദുനൂബി, അതോടൊപ്പം ഞാൻ എൻ്റെ പാപങ്ങളുടെ കാര്യത്തിൽ ഭയപ്പെടുകയും ചെയ്യുന്നു. സഹോദരങ്ങളെ, മുൻഗാമികളിൽപ്പെട്ട നമ്മുടെ നല്ലവരായ സഹാബത്തിൻ്റെ ചരിത്രം ഇതാണ്. അവർ മരണമാസന്നമായി കിടക്കുമ്പോൾ അവർ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചിട്ടാണ് കിടക്കുന്നത്. അതോടൊപ്പം അവർ തങ്ങളുടെ പാപത്തിൻ്റെ കാര്യത്തിൽ ഭയപ്പെടുന്നു. ആരാണ് ഈ ഭയപ്പെടുന്നത്? ഉത്തമ തലമുറയിൽ ജീവിച്ചവരാണ്. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യജ്തമിആനി ഫീ ഖൽബി അബ്ദിൻ ഫീ മിസ്ലി ഹാദൽ മൗതിനി ഇല്ലാ അഅതാഹു അല്ലാഹു മാ യർജു വആമനഹു മിമ്മാ യഖാഫ്. ഇതുപോലെ മരണമാസന്നമായി കിടക്കുന്ന ഒരു സന്ദർഭത്തിൽ ഒരടിമയുടെ ഹൃദയത്തിൽ ഇങ്ങനെ അള്ളാഹുവിനുള്ള പ്രതീക്ഷയും തൻ്റെ പാപത്തെ തൊട്ടുള്ള ഭയവും ഒരുമിക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾ പ്രതീക്ഷിച്ചത് നൽകിയിട്ടല്ലാതെ, അതുപോലെ തന്നെ താൻ ഏതൊരു കാര്യത്തിലാണോ ഭയപ്പെട്ടത് അതിൻ്റെ കാര്യത്തിൽ അള്ളാഹു നിർഭയത്വം നൽകിയിട്ടുമല്ലാതെ അള്ളാഹു ഒഴിവാക്കി കളയുകയില്ല. സഹോദരങ്ങളെ നോക്കൂ, മരണസമയത്ത് അള്ളാഹുവിനുള്ള പ്രതീക്ഷയും തൻ്റെ പാപത്തെ തൊട്ടുള്ള ഭയപ്പാടും ഒരടിമക്കുണ്ടായാൽ അള്ളാഹു റബ്ബുൽ ആലമീൻ ആ അടിമ പ്രതീക്ഷിക്കുന്നത് നൽകുമെന്നാണ്. അള്ളാഹുവിനുള്ള പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഇഹലോകത്ത് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്ത് അള്ളാഹുവുമായി ഹൃദയബന്ധം കൂട്ടിയിണക്കിയ സൽക്കർമ്മങ്ങളിൽ മുഴുകിയ ഒരടിമക്ക് മാത്രമേ സഹോദരങ്ങളെ ആ സമയത്ത് അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹുവിലുള്ള പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന മരണവേദന മുതൽ ഖബർ ജീവിതം, അർദുൽ മഹ്ശർ തുടങ്ങി ഖിയാമത്ത് നാളിൽ അവസാനം സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക് പറഞ്ഞയക്കുന്ന ആ സന്ദർഭം വരെ അയാൾ പ്രതീക്ഷിച്ച കാര്യങ്ങൾ അള്ളാഹു അയാൾക്ക് നൽകും. അതോടൊപ്പം അള്ളാഹു നിർഭയത്വം നൽകും. പാപത്തെ തൊട്ട് പാപങ്ങളെ തൊട്ട് പേടിയിലാണ് അയാൾ. അള്ളാഹു റബ്ബുൽ ആലമീൻ തൻ്റെ പാപങ്ങളെക്കുറിച്ച് ഭയപ്പെട്ട ഒരടിമക്ക് ആ സമയത്ത് നിർഭയത്വം നൽകും. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, മുഅ്മിനായ ഒരടിമ
മരണമാസന്നമായി കിടക്കുമ്പോൾ മരിക്കാൻ മലക്കുൽ മൗത്ത് റൂഹ് ഏറ്റെടുക്കാൻ വരുന്ന സന്ദർഭത്തിൽ കേൾക്കുന്ന വാക്കെന്താണ്? അല്ലാ തഖാഫു വലാ തഹ്സനു എന്നാണ്. ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. പ്രതീക്ഷ എന്താണോ പ്രതീക്ഷ? അള്ളാഹുവിലാണ് പ്രതീക്ഷ. അള്ളാഹു നൽകും, ഭയപ്പെടേണ്ടതില്ല. പാപങ്ങളുടെ കാര്യത്തിൽ പേടിക്കുകയാണോ? ഇല്ല, അള്ളാഹു പുറത്തു നൽകും. സഹോദരങ്ങളെ, ജീവിതത്തിൽ ഇതുണ്ടായിരിക്കണം. ദുനിയാവിൽ ഈ പറഞ്ഞ കാര്യങ്ങളുമായി ജീവിക്കാൻ സാധിച്ചാലേ മരണസമയത്ത് നമുക്കിത് ചിന്തിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മളാരും വ്യാമോഹിക്കേണ്ടതില്ല, എങ്ങനെയെങ്കിലും ജീവിച്ചിട്ട് മരിക്കാൻ നേരത്ത് രക്ഷപ്പെടും. ഇല്ല, ദുനിയാവിൽ ചിലപ്പോൾ എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെട്ടു പോവാറുണ്ട്. ദുനിയാവിൽ ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കാം. നമ്മളാരും വഞ്ചിതരായി പോകരുതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്. അവസാന നിമിഷം കാലിടറാതെ അടിപതറാതെ രക്ഷപ്പെടണമെങ്കിൽ സഹോദരങ്ങളെ, ജീവിതത്തിൽ ഈ പറഞ്ഞ ഭയവും പ്രതീക്ഷയും ഒരു പക്ഷിയുടെ 2 ചിറകുകൾ പോലെ കൊണ്ടുപോയാൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണമാസന്നനായി കിടന്ന ആ യുവാവിന് കൊടുത്ത ഉപദേശം. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് ഓരോരുത്തർക്കും മരണം വരെ അല്ലാഹുവിൻ്റെ തൃപ്തിയിലായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഒരടിമയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ റബ്ബിലല്ലാതെ പ്രതീക്ഷ അർപ്പിക്കാൻ പാടുള്ളതല്ല. അതോടൊപ്പം തൻ്റെ പാപങ്ങളെ തൊട്ടല്ലാതെ അവൻ ഭയപ്പെടേണ്ടതുമില്ല. അള്ളാഹുവിലുള്ള പ്രതീക്ഷയും അള്ളാഹുവിനോടുള്ള അവൻ്റെ ശിക്ഷയെ തൊട്ടുള്ള ഭയപ്പാടുമാണ് അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മഹാനായ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തിൽ അദ്ദേഹം ഒരു മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ടത് വിശുദ്ധ ഖുർആനിൽ നമുക്ക് വായിക്കാം. ആ സന്ദർഭത്തിൽ അദ്ദേഹം അള്ളാഹുവിനോട് വിളിച്ചു തേടിയ പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രാർത്ഥനയെ സംബന്ധിച്ചു. ദഅവതു ദിന്നൂനി, ദിന്നൂനിൻ്റെ പ്രാർത്ഥന. ദിന്നൂൻ എന്നാൽ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഇദ്ദഅ, അദ്ദേഹം പ്രാർത്ഥിക്കുകയുണ്ടായി. അദ്ദേഹം പ്രാർത്ഥിച്ച സന്ദർഭം വഹുവ ഫീ ബത്നിൽ ഹൂതി, അദ്ദേഹം മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ടപ്പോൾ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനദ് ളാലിമീൻ. അല്ലാഹുവേ, നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, തീർച്ചയായും ഞാൻ അതിക്രമകാരികളിൽ പെട്ടുപോയിരിക്കുന്നു. സഹോദരങ്ങളെ, മഹാനായ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ഉള്ളത് കടലിനടിയിലാണ്, മത്സ്യത്തിൻ്റെ വയറ്റിലാണ്. രാത്രിയുടെ ഇരുട്ടുകൾ, കടലിൻ്റെ ഇരുട്ട്, മത്സ്യത്തിൻ്റെ വയറ്റിനകത്തുള്ള ഇരുട്ട്, ഈ ഇരുട്ട് എല്ലാം ഉണ്ടായിരിക്കെ ഈ ഇരുട്ടുകളെല്ലാം അതിജയിച്ചുകൊണ്ട് അള്ളാഹുവിനോട് അദ്ദേഹം ദുആ ചെയ്യുകയാണ്. ഭൗതികമായ ഏത് അളവുകോലെടുത്ത് നോക്കിയാലും രക്ഷപ്പെടാൻ ഒരു സാധ്യതയും ഇല്ലാത്ത അവസ്ഥയാണത്. എങ്ങനെയാണ് രക്ഷപ്പെടുക സഹോദരങ്ങളെ? ചിന്തിച്ചു നോക്കൂ. പക്ഷെ ആ അവസ്ഥയിലും അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതുപോലെയാണ്, ലാ യർജു അബ്ദുൻ ഇല്ലാ റബ്ബഹു. രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്ന് തോന്നിയപ്പോഴും അദ്ദേഹം വിളിക്കുകയാണ്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക. അല്ലാഹുവേ, നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, നിന്റെ പരിശുദ്ധിയെ ഞാനിതാ വാഴ്ത്തുന്നു. അദ്ദേഹം അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് റബ്ബിനെ വിളിക്കുകയാണ്. സഹോദരങ്ങളെ, ഇതാണ് പ്രതീക്ഷ. ഇതുപോലെ പ്രതീക്ഷിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മൾ ചിന്തിക്കണം. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉമ്മമാരെ, നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിൽ പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ വരുമ്പോൾ
പല ആവശ്യങ്ങളും നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ ഇതുപോലെ പ്രതീക്ഷിക്കാൻ, അള്ളാഹുവിനെ വിളിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മൾ പരിശോധിക്കണം. ഇതാണ് റജ, ഇതാണ് പ്രതീക്ഷ. അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ പഠിപ്പിക്കുകയാണ്, രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ല എന്ന് ഒറ്റ നോട്ടത്തിൽ കാണുന്ന സന്ദർഭത്തിലും വിളിക്കുന്ന റബ്ബേ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക. തൗഹീദാണ് പ്രിയമുള്ളവരെ. അർറജാ, അല്ലാഹുവിലുള്ള പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ തൗഹീദാണ്, അവൻ ഏകനാക്കലാണ്. ആ സമയത്ത് ഒരു ജിബ്രീലിനെയും വിളിച്ചിട്ടില്ല, മുൻകഴിഞ്ഞ ഒരു പ്രവാചകനെയും വിളിച്ച് ഇസ്തിഗാസ ചെയ്തിട്ടില്ല, മറിച്ച് അല്ലാഹുവേ എന്ന് വിളിക്കുകയാണ്. കാരണം നേരത്തെ നമ്മൾ കേട്ട ആയത്തിൽ അല്ലാഹു രക്ഷപ്പെടുത്താൻ ഉദ്ദേശിച്ചാൽ ഏത് മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ടാലും തടുക്കാൻ ഒരാളുമില്ല, ഒരു മത്സ്യത്തിനും കൊല്ലാൻ സാധിക്കുകയില്ല. അള്ളാഹു പുറത്തു കൊണ്ടുവന്നു, രക്ഷപ്പെടുത്തി. അള്ളാഹു ഉത്തരം നൽകി. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞ വാക്ക്, സഹോദരങ്ങളെ, ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാൻ അതിക്രമകാരികളിൽ പെട്ടു എന്നാണ്. തൻ്റെ തെറ്റിൻ്റെ കാര്യത്തിലുള്ള തിരിച്ചറിവും ഇസ്തിഗ്ഫാറുമാണത്. അതാണ് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്ക്, വലാ യഖാഫു ഇല്ലാ ദംബഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ കാരണത്താൽ പിടിപെടുന്ന മുസീബത്തിൻ്റെ ശിക്ഷയെ മാത്രം നമ്മൾ ഭയപ്പെട്ടാൽ മതി. അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചാൽ അള്ളാഹു കൈയൊഴിയുകയില്ല. പക്ഷെ ആ പ്രതീക്ഷ അർപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ, അള്ളാഹുവിലുള്ള ഭയപ്പാടും നമ്മുടെ ജീവിതത്തിൽ കൂടെ ഉണ്ടാകണം. അതാണ് യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ചു തന്ന മാതൃക. തൻ്റെ തെറ്റ് അദ്ദേഹം തിരിച്ചറിഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹ് എന്ന വാക്കാണത്. പ്രതീക്ഷയും ഭയവും ഒരുപോലെ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് മഹാനായ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് കാണിച്ചു തരികയാണ്. അതാണ് അള്ളാഹു ശുദ്ധ ഖുർആനിൽ ഓർമ്മപ്പെടുത്തിയത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളിൽ നിന്ന് നാം വിട്ടുനിൽക്കാൻ പരിശ്രമിക്കണം, നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ തെറ്റുകൾ, നമ്മുടെ വീഴ്ചകൾ ആ പ്രതീക്ഷയെ നശിപ്പിച്ചു കളയുന്ന രൂപത്തിലായി പോകും. അതുകൊണ്ട് പ്രതീക്ഷയിൽ വഞ്ചിതരാകാനോ അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ കാര്യത്തിൽ നിർഭയനാകാനോ നമുക്ക് പാടില്ല. മറിച്ച് പ്രവർത്തിക്കുക, പ്രതീക്ഷിക്കുക. അതോടൊപ്പം തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുക, തൻ്റെ പാപങ്ങളെ ഭയപ്പെടുക. അത് അവസാനം മരിക്കുമ്പോൾ പിടികൂടുമോ? അതെൻ്റെ നല്ല മരണത്തിന് തടസ്സമായി തീരുമോ? അതെൻ്റെ പരലോകം നശിപ്പിച്ചു കളയുമോ? അതെന്നെ ശിക്ഷയിൽ ആഴ്ത്തിക്കളയുമോ? ദുനിയാവിൽ മുസീബത്ത് വന്ന് ഭവിക്കാൻ കാരണമാകുമോ എന്ന പേടി മാത്രമാണ് പ്രിയമുള്ളവരെ നമുക്ക് വേണ്ടത്. അല്ലാഹു റബ്ബുൽ ആലമീൻ തിരിച്ചറിയാനും അതനുസരിച്ച് ജീവിക്കാനും നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, അലി റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീൻ അദ്ദേഹം പറഞ്ഞ വാക്ക് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ലാ യർജു അബ്ദുൻ ഇല്ലാ റബ്ബഹു വലാ യഖാഫു ഇല്ലാ ദംബഹു. ഒരടിമ തൻ്റെ റബ്ബിലല്ലാതെ പ്രതീക്ഷ അർപ്പിക്കാൻ പാടുള്ളതല്ല, തൻ്റെ പാപത്തെ അല്ലാതെ അവൻ ഭയപ്പെടേണ്ടതുമില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ തെറ്റുകുറ്റങ്ങളും ന്യൂനതകളും കുറവുകളും വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. മരണം വരെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു അതിനെ നമ്മെ സഹായിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക്, പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ശിഫാവും ആശ്വാസവും തുറവിയും നൽകുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ ദീൻ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും നമ്മെ സഹായിക്കുമാറാവട്ടെ. മുസ്ലിമായി മുഅ്മിനായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. اللهم اغفر لنا وارحمنا. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله
വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.